ഹലോ. അപ്പോൾ ഇത് നമ്മുടെ ശ്രീലങ്ക ട്രിപ്പിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രാവലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ റിസോർട്ടിൻ്റെ പേര് ദ പാംസ് റിസോർട്ട് എന്നാണ് കേട്ടോ. അടിപൊളി റിസോർട്ടായിരുന്നു. നല്ല നേച്ചറായിട്ട് റെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു റിസോർട്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു ആ റിസോർട്ടിൻ്റെ എൻട്രൻസ്. ഇന്ന് നമുക്ക് കുറച്ച് നടക്കണം ഉള്ളിലേക്ക്. ഫുള്ളിങ്ങനെ ട്രീസും അതുപോലെ തന്നെ പ്ലാന്റ്സൊക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിൽ. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു. റിസോർട്ടിൻ്റെ വിത്ത് റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമുക്ക് അവിടെ തന്നെയായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുണ്ടായിരുന്നു നടക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു പോണ്ട് ഉണ്ടാക്കിയേക്കാണ്. അതിൻ്റെ അകത്ത് കുറേ ഫിഷും അതുപോലെ തന്നെ ടേർട്ടിൽസൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് റിസോർട്ടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചെയേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതൊരു ലിച്ചി ഫ്ലേവർ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഐസ് ഇട്ടൊരു ഡ്രിങ്ക് ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം എല്ലാവരും അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ അടിപൊളി ലിച്ചി ജ്യൂസായിരുന്നു, ലിച്ചി ഡ്രിങ്ക് ആയിരുന്നു അത്. അങ്ങനെ നമ്മുടെ റൂമാണ് കേട്ടോ. ഇത് അടിപൊളി റൂമായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ പോയ ആ ഒരു റെസ്റ്റോറൻറ്റ് അടിപൊളി റെസ്റ്റോറൻറ്റും റിസോർട്ടും ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം മാത്രമേ സ്റ്റേ ഉള്ളൂ ഈ റിസോർട്ടിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു കർട്ടൻ അങ്ങോട്ട് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ബീച്ചാണ് കേട്ടോ. അതായത് ഇന്ത്യൻ ഓഷ്യനാണ്. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഡോർ അടച്ചിട്ടിട്ടോ. ഡോർ തുറന്നില്ല. അത് ഞാൻ നിങ്ങൾക്ക് ബീച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ റൂം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് നേരെ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അപ്പോൾ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് എല്ലാ കൺട്രീസിലെയും കോമൺ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ്സും അതുപോലെ തന്നെ പുഡിങ്, ഐസ്ക്രീം, പേസ്ട്രീസ്, അതുപോലെ തന്നെ കേക്ക്സ്, പിന്നെ ബണ്ണൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഹോട്ട് ഡോഗ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഒരു ബുഫേ സിസ്റ്റം പോലെ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എത്ര വേണോ അത്ര എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് സ്വീറ്റ്സ് അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആയിട്ട് സൂപ്പ് അതുപോലെ തന്നെ ബൺസൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ബീച്ചിലേക്കാണ് പോയത്. ആ സമയത്ത് കണ്ടതാണ് കേട്ടോ. കുറച്ച് പേര് അവിടെ നിന്ന് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പുറത്തെത്തി. ബീച്ച് സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. രാത്രി ആയതുകൊണ്ട് കാണാത്തതിന് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന്. പിന്നെ മോർണിംഗ് ആണ് നമ്മൾ ശരിക്കും ബീച്ച് കാണാൻ പോയത്. ഇന്നലെ കണ്ടു, പക്ഷെ അത് രാത്രി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ക്ലിയർ ഉണ്ടായില്ല. ഇവിടെ അടുത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റെഡിയൊക്കെ ആയി ബീച്ചിലേക്ക് പോവാണ്. മഴ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ഗേറ്റ് ബീച്ചിലേക്ക് കടക്കാനുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ഉണ്ട്, നല്ല ക്ലിയർ ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഇട്ട് സൺബാത്ത് ഇല്ലേ, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ അവിടെ.
മഴയുണ്ടാന്ന് തോന്നുന്നു. പിന്നെ സണ്ണും ഉണ്ടായിരുന്നില്ല, രാവിലെ ആയിരുന്നല്ലോ, അപ്പോൾ ആരും സൺ ബാത്തൊന്നും ചെയ്യാൻ കണ്ടില്ല. അങ്ങനെ നമ്മളിങ്ങനെ പിന്നെയും റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ പോണ സമയത്താണ് ഒരു മരം കണ്ടത്. ഒരു നല്ലൊരു പൂവുള്ളൊരു മരമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നേരെ ബസ്സിലേക്ക് കയറി. ആ ഒരു വീഡിയോ കട്ടായി പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ നമ്മുടെ ട്രാവൽ നമ്മൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ മഴ ഉണ്ടായിരുന്നു രാവിലെ, കുറച്ച് കണ്ടില്ല, ആ ഒരു ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ റെയിൻ ഡ്രോപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വാട്ടർ സ്പോർട്സ് സെൻറ്ററിലേക്ക് പോയിട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ നമ്മുടെ നെയിൽസിൽ അവരെന്തോ ഒരു മാർക്കർ വെച്ചിട്ട് ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യും. ഇത് ചെയ്തിട്ട് അവർ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ടിക്കറ്റും ഉണ്ടാവും, ഒരാൾക്കും 3 ടിക്കറ്റ് വെച്ചിട്ട് കേട്ടോ. ഇപ്പോൾ ഞാനും ആളൊക്കെ സ്പീഡ് ബോട്ടിനാണ് കേട്ടോ പോയത്. അപ്പോൾ അത് അവർ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഏത് ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾ സ്പീഡ് ബോട്ടിനാണ് കേട്ടോ പോയത്. ബാക്കി ഡ്രസ്സ് ചിലപ്പോൾ നനയാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വേറെ ആക്ടിവിറ്റീസിന് പോയില്ല. ഡ്രസ്സ് നനയണോണ്ട് തന്നെ ഞങ്ങൾ സ്പീഡ് ബോട്ടിന് മാത്രമേ പോയുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും മിക്ക ആക്ടിവിറ്റീസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോകാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ സ്പീഡ് ബോട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഫോൺ കൊണ്ടുപോയില്ല, ഫോൺ യൂസ് ചെയ്യേണ്ടെന്ന് അവർ പറഞ്ഞു. എങ്ങാനത് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് പോക്കാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി. പിന്നെയും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും ട്രാവൽ തന്നെയായിരുന്നു കേട്ടോ. മഴ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതാ വെയിലായി കേട്ടോ. നല്ല രസമില്ല മേഘം കാണാനായിട്ട്. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് നമ്മുടെ ടോൾ ഗേറ്റ് ആണ് കേട്ടോ. അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ അവിടെ. ഇങ്ങനെ നമ്മുടെ കേരളം പോലെ തന്നെ കുറേ ടോൾ ഗേറ്റൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആഫ്റ്റർനൂൺ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു, നല്ല അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ. ആ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചമ്മന്തി, അതുപോലെ തന്നെ ഒരു പപ്പടം, പിന്നെ റൈസ്, ചിക്കൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനെടുത്ത സാധനം മാത്രമേ നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ബാക്കി എല്ലാം തന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ എത്ര കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു, അടിപൊളി ലഞ്ചായിരുന്നു. പിന്നെ ഐസ്ക്രീം ഉണ്ടാവും കേട്ടോ. എപ്പോഴും ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം നിർബന്ധം ഉറപ്പായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെയും ട്രാവലിങ് തുടങ്ങി. നല്ല പച്ചപ്പുള്ള ഏരിയയിൽ കൂടെ ആട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കണ്ടില്ലേ, പിന്നെയും നല്ല മഴ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് നല്ല മഴയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഇതൊരു കോട്ടയാണ് കേട്ടോ, രാവണൻ കോട്ട. അപ്പോൾ ഇതാണ് കേട്ടോ. മഴ പെയ്യണോണ്ട് എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ കൂടെ കറക്റ്റ് ക്ലിയർ അല്ല. പക്ഷെ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പോയത്. നല്ല മഴ കാരണം നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ശരിക്കും ഒരു സ്ട്രീറ്റാണ് കേട്ടോ. നല്ല അടിപൊളി സ്ട്രീറ്റ് ആയിരുന്നു ഇത് കാണാനായിട്ട്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ട്രീറ്റ് ആയിരുന്നു. മഴ കാരണം നമ്മൾ അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസമാണ് രാവണക്കോട്ടയിൽ പോണത് കേട്ടോ. നമ്മൾ സീതനെ കൊണ്ടിട്ട സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പ്ലേസിലോട്ട് പോവാണ്. അതൊരു ബുദ്ധ ടെമ്പിൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു പ്ലേസിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മഴയൊക്കെ മാറി കേട്ടോ. മഴയൊക്കെ മാറി അത്യാവശ്യം ക്ലിയർ ആയി സ്കൈയൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഏകദേശം 300 സംതിങ് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറുന്നത് വേറൊരു വഴി കൂടെയും നമ്മൾ ഇറങ്ങുന്നത് ലാസ്റ്റ് എല്ലാം കണ്ടിട്ട് ഇറങ്ങുന്നത് വേറൊരു വഴി കൂടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റെപ്സൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. 300 സംതിങ് സ്റ്റെപ്സ് ഉണ്ട്.
അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഇനിയാണ് സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ എല്ലാവരും അതായത് അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കൊക്കെയാണ് കയറേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ നടക്കൽ സ്റ്റാർട്ട് ചെയ്തു. എടക്കൽ കേവ്സ് ഒക്കെ പോലെ തന്നെ കുറേ നടക്കാനുണ്ട് കേട്ടോ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ നടക്കാണ്. ബാക്കിൽ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ തേനീച്ചക്കൂട് കണ്ടില്ലേ, കുറേ തേനീച്ചക്കൂട് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഇതാ നമ്മൾ എത്താറായിട്ടോ, ജസ്റ്റ് കുറച്ചും കൂടി നടക്കാനുണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ നടന്നു വരികയാണ് അവിടെ നിന്ന്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്നിട്ട് അപ്പത്തേക്കും അവർ നടന്നെത്തി. അങ്ങനെ ഇതാ നമ്മൾ എത്തി കേട്ടോ, ആ ഒരു ബുദ്ധ ടെമ്പിൾ നമ്മൾ എത്തി. ഒരു മലയുടെ മുകളിലായിരുന്നു ആ ഒരു ബുദ്ധ ടെമ്പിൾ ഉണ്ടായിരുന്നത് കേട്ടോ. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന്. ആ താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ ഇതാ ഇവിടെ ഫുള്ള് ബുദ്ധയുടെ ഫ്ലാഗ്സ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്, എല്ലായിടത്തും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഫ്ലാഗ്. പിന്നെ അതായത് കണ്ടില്ലേ, അവർ പൂജ ചെയ്തിട്ട് കളയുന്ന ഫ്ലവേഴ്സാണത്. ഫ്ലവർ എന്ന് വെച്ചാൽ ലോട്ടസ് ആണ് കേട്ടോ അത്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ആ ഒരു ടോപ്പിൽ നിന്ന് അടിക്കുള്ള ആ ഒരു വ്യൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഓരോ ഫോട്ടോസ് എടുത്ത് കൊടുക്കുകയാണ് ഓരോ പോസിൽ. നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നല്ലൊരു സൈലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു ആ ഒരു ബുദ്ധ ടെമ്പിള്. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ സമയത്ത്, നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ പുറത്ത് ഊരിയിടണം കേട്ടോ, എന്നിട്ടാണ് നമ്മൾ ബുദ്ധ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത്. അങ്ങനെ ഞാനവിടെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്യാമറ ഒക്കെ അലൗഡാണ്, പക്ഷേ നമുക്ക് ബുദ്ധനായിട്ട് സെൽഫി എടുക്കാനായിട്ട് പറ്റില്ല, അതൊരിക്കലും അവർ സമ്മതിക്കില്ല കേട്ടോ. സാധാരണ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം ബുദ്ധയുടെ. റൂംസിലായിട്ടായിരുന്നു ബുദ്ധയുടെ സ്റ്റാച്യൂസ് വെച്ചിരുന്നത് കേട്ടോ. എല്ലാ റൂമിലും ഒരേപോലത്തെ സ്റ്റാച്യൂസ് തന്നെയായിരുന്നു. ഞങ്ങൾ ചില റൂമിലൊന്നും കയറിയില്ല, ഞങ്ങളാകെ രണ്ട് റൂമിലൊക്കെ കയറിയുള്ളൂ കേട്ടോ. ബാക്കി മനസ്സിലായി, ബാക്കി സെയിം സ്റ്റാച്യൂസ് തന്നെയാണ്. അപ്പോൾ ഒരു റൂമിൽ പിടിക്കാനുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു റൂമിൽ തന്നെ കുറേ ബുദ്ധയുടെ സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു റൂമിലുണ്ടായിരുന്ന ബുദ്ധയുടെ സ്റ്റാച്യൂസ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. എല്ലാവരും വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു സൈലൻസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു ആ ഒരു ബുദ്ധ ടെമ്പിള്. അവിടെ കുറേ പേരിങ്ങനെ പൂജ ചെയ്യാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. കുറേ ലോട്ടസും അതുപോലെ തന്നെ കുറേ ഫ്ലവേഴ്സൊക്കെ കൊണ്ട് അവിടെ ബുദ്ധയുടെ ആ ഒരു സ്റ്റാച്യൂൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. താങ്ക് യു.